നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള പ്രതിബന്ധം. നിങ്ങൾക്ക് അറിയാം എന്താണ് പ്രശ്നമെന്ന്. ആ പ്രശ്നം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? അതല്ല, നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നതെങ്കിൽ മാറ്റാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, പിന്നെ അതിൻ്റെ ഒരു ഗൈഡൻസും. ഇത്രയും കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. അഥവാ റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ഡിസിഷൻസ് ഒന്നും എടുക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യാം, റീഡിംഗ് എടുക്കാം. ഞാനിപ്പോൾ ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് റീഡിങ്സ് എടുത്തു കൊടുക്കുന്നത് കേട്ടോ. ഓഫേഴ്സും ഉണ്ട്. അപ്പോൾ വേണ്ടവരെ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ, ഓം നമ ശിവായ. മറിഞ്ഞില്ല, എനിക്ക് കാർഡ് മറിയണം, എന്നാലാണ് അതൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് ഞാൻ കരുതുക എന്ന് വെച്ചാൽ വിചാരിക്കുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓറക്കൽ മെസ്സേജ് ഞാൻ കാർഡ് എടുക്കാറില്ല. എനിക്ക് ഇങ്ങനെ അത് വരണം ഭഗവാൻ, എന്നാൽ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഭഗവാനെ, ഓം നമ ശിവായ. അറിഞ്ഞില്ല. ഓം നമ ശിവായ. എല്ലാം കൂടെ മറിച്ചിട്ടു. അത് എത്രയും കാർഡ് എടുക്കാൻ പറ്റുന്നു ഭഗവാനെ? ഒരു 2-3 കാർഡ് തന്നെ. ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓക്കെ, കുറച്ച് കാർഡുകൾ മറിഞ്ഞിട്ടുണ്ട്. മറിഞ്ഞ് തിരിഞ്ഞു വീണതാണ്. ഓൾറൈറ്റ്, 2 കാർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്ന്, നിങ്ങളുടെ അവസ്ഥ വളരെ ടോക്സിക് ആണെന്ന് പറയുന്നുണ്ട്. അത് ക്ലെൻസ് ചെയ്യണം. നിങ്ങളുടെ ബോഡിയും സ്പിരിറ്റും എല്ലാം, സ്പിരിറ്റ് എന്ന് പറഞ്ഞ ആത്മാവ്, അത് എല്ലാം ക്ലെൻസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നമ്മൾക്ക് മിക്കവർക്കും നമ്മൾ തെറ്റ് ചെയ്യുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ ഒരു ബോധം വേണം. നമ്മളുടെ തെറ്റുകൾ ഉണ്ട് എന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം വേണം. അത് മിക്കവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അത് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങൾ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ കുറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ചാലഞ്ചസ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കായിട്ട് മാറ്റാൻ പറ്റുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. നല്ല ഒരു സ്നേഹബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്. 10 of Pentacles ആണ് വന്നത്. ബെസ്റ്റ് ആണ് റിലേഷൻഷിപ്പിന്. ഇത് എന്താ പറയാ, എല്ലാ തരത്തിലും സകല സൗഭാഗ്യങ്ങളുമുള്ള 2 പേരാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പില് പണം കൊണ്ടുള്ള ബുദ്ധിമുട്ടോ ബന്ധുബലം കൊണ്ടുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ 10 of Pentacles ആണ്. എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു ബന്ധം എന്നാണ് പറയുന്നത്. ഇത് നമുക്കൊന്ന് ഒരു കാർഡ് വന്നത് കൊണ്ട് നമുക്കത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ബന്ധം വളരെ നല്ല ബന്ധമാണെന്നാണ് ഇവിടെ പറയുന്നത്. ലീഗലി മാരീഡ് ആണ് നിങ്ങൾ. ഇവിടെ 5 of Wands കാണിക്കുന്നുണ്ട്. 5 of Wands എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാലഞ്ചസ് ആണ്, അതുപോലെ ഒരു ചേഞ്ച് ആണ്. നമ്പർ 5 ചേഞ്ച് ആണ് കാണിക്കുന്നത്. അപ്പൊ 5 of Wands എന്ന് പറയുമ്പോൾ ഇവിടെ തമ്മിൽ അടിയുണ്ട് എന്നാണ് പറയുന്നത്.
പരസ്യമായിട്ടില്ലെങ്കിലും ഒരാള് മറ്റേയാളെ അടിച്ചു താഴ്ത്തിയിടാനും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രണ്ടുപേരാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തില് വലിയൊരു ചാലഞ്ചാണ്. ഒരാൾക്ക് മറ്റേയാളുടെ വിജയം, മറ്റേയാളുടെ കഴിവുകൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. വളരെ കഴിവുള്ള രണ്ടുപേരാണ്, ചിലപ്പോൾ രണ്ടുപേരും അവരുടെ കരിയറിന്റെ വളരെ ടോപ്പിലുള്ള രണ്ടുപേരായിരിക്കാം. ഫാമിലി പരമായിട്ടും രണ്ടുപേരും വളരെ നല്ല ലെവലിലുള്ള ആളുകളാണ്. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ കൊണ്ട് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നത്. നിങ്ങൾ ലീഗലി മാരീഡ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയ രണ്ടുപേരാണ്, പക്ഷെ നിങ്ങൾ തമ്മിൽ വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ട് എന്നാണ്. ആ കോമ്പറ്റീഷൻ ഒരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ ആണ് എങ്കിൽ കുഴപ്പമില്ല. അതൊരു ഈഗോ ഇഷ്യൂ ഒക്കെ ആയിട്ട് മാറുമ്പോൾ റിലേഷൻഷിപ്പിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ മെയിൻ ആയിട്ട് ഇങ്ങനെയാണ് കാണിക്കുന്ന, കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു എനർജി കാണിക്കുന്നുണ്ട്. നമുക്ക് എന്നാലും ചോദിച്ചു നോക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ചാലഞ്ച് എന്താണ്? ഇവരുടെ റിലേഷൻഷിപ്പിലെ ചാലഞ്ച് എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ബന്ധത്തിലെ ചാലഞ്ച് എന്താണ്? ചാലഞ്ച് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കാർഡുകൾ വന്നു. ഈ കാർഡിന് ഇവിടെ ഇരിക്കാൻ, ഈ ചാലഞ്ചിന്റെ കാർഡിന് ഇവിടെ ഇരിക്കാൻ ഒട്ടും സൗകര്യമില്ലെന്ന് തോന്നുന്നുണ്ട്. അത് ഓടിപ്പോകാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ 3 കാർഡുകളാണ് ചാലഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോ. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല. നിങ്ങൾ വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായ ആളുകളായിരിക്കാം. നിങ്ങൾ കാര്യങ്ങളെ വളരെ പ്രാക്ടിക്കലായിട്ട് നോക്കുന്ന രണ്ടുപേരാണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇവിടെ ഇമോഷൻസിന് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങള് ഇമോഷണലി അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങള് തമ്മില് അറ്റാച്ച്മെന്റ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. സംസാരം കുറവായിരിക്കും. രണ്ടുപേരും വളരെ ഫോമൽ ആയിട്ട് പെരുമാറുന്നവരായിരിക്കും. ചിലര് ഭാര്യ ഭർത്താവ് ബന്ധത്തില്, ചിലര് ഫ്രണ്ട്സിനെ പോലെയാണ്, എടി പോടി എടാ പോടാ വിളിക്കുന്നവരാണ്. അതല്ല നിങ്ങള് അദ്ദേഹം ഇദ്ദേഹം വളരെ ഫോർമൽ ആയിട്ട് സംസാരിക്കുന്നവര്. എന്നാല് അതിന്റെ പുറകില് വളരെയധികം കോമ്പറ്റീറ്റീവ് ആയ രണ്ടുപേരാണ്. അപ്പൊ നിങ്ങൾ വളരെ ഫോർമൽ ആയിട്ട് സംസാരിക്കുന്നവര്, ഒരാള് മറ്റേയാളെ കളിയാക്കുന്നില്ല, മറ്റേയാള് കളിയാക്കിയാൽ അത് എടുക്കാൻ പറ്റുന്നില്ല. വളരെ സ്റ്റിഫ് ആയ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് കുറവാണ്. ഇവിടെ കൂടുതലും ഓവർ റെസ്പെക്ട് കാണിക്കുന്ന രണ്ടുപേരാണെന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വളരെ രണ്ടുപേരെയും വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്ന രണ്ടുപേരും, പക്ഷേ ഒരു ബെഡ്റൂമിനുള്ളിൽ നിങ്ങൾ തമ്മിലുള്ള സംസാരം വളരെ ക്രൂരമായിട്ടാണ് എന്നാണ് പറയുന്നത്. രണ്ടുപേരും ഇടിച്ചു താഴ്ത്താൻ നോക്കുന്നു. രണ്ടുപേരെയും പരസ്യമായിട്ട് നിങ്ങൾ വളരെ നല്ല ദമ്പതികളായിട്ടാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലെ ചാലഞ്ച് അത് തന്നെയാണ്, ഇമോഷൻസ് ഇല്ലായ്മ. പിന്നെ ഇവിടെ ലവേഴ്സ് ആണ്, നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ്, നിങ്ങളുടെ ലീഗൽ റിലേഷൻഷിപ്പ് ആണ്, നിങ്ങളെ ഹാപ്പിയാണ്. പക്ഷെ ഇമോഷണൽ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം വളരെ ഗുരുതരമാണെന്നാണ് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ചാലഞ്ച്. രണ്ടുപേരും സ്നേഹം കാണിക്കുന്നില്ല. സ്നേഹമാണെന്ന് പറയാൻ ഒരു ചമ്മല്, ഒരു നാണക്കേട്, അതൊക്കെ പറയേണ്ടതുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ മനസ്സിലായി. അപ്പൊ രണ്ടുപേർക്കും തമ്മില് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അത് തുറന്നു പറയുന്നില്ല. അപ്പൊ ഒരാൾക്ക് സംശയം, ഇപ്പൊ ഫ്രണ്ട്സിനോട് ഭാര്യ പറയും എന്റെ ഭർത്താവിന് വലിയ സ്നേഹമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്, പുള്ളിക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയുമ്പോ ഭർത്താവ്, ഭാര്യക്ക് ഇതൊന്നും അറിയില്ല, കാലത്ത് ഫുഡ് ഉണ്ടാക്കി വെക്കും, ഞാനത് എടുത്ത് കഴിക്കും, എനിക്ക് ഇഷ്ടമുള്ളതൊന്നും ഉണ്ടാക്കി തരാറില്ല, അവർക്ക് അറിയുമില്ല, ഇതുവരെ എന്നോട് ചോദിച്ചിട്ടുമില്ല എന്നൊരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ജെമിനായി സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ലിബ്രയാണ് കാണിക്കുന്നത്. അപ്പോ ഇവിടെ ഇമോഷൻസ് ആണ് കൂടുതൽ പ്രശ്നം. ഇവിടെ ഇതും ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ ആണ്, ഇതും ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ ആണ്. അപ്പൊ ഭയങ്കര പ്രശ്നമുണ്ട്. അതിലൂടെ കോമ്പറ്റീഷനും ആകുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പിടിവലി നടക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആകുമ്പോ തന്നെ രണ്ടുപേർക്കും രണ്ടഭിപ്രായം. ഒരാൾ പറയും ഇന്നതാവണമെന്ന്, മറ്റേ പറയും ഇന്നതാവണമെന്ന്. അല്ലെങ്കിൽ അമ്മ ഏത് പൊസിഷനിലാണോ അത് തന്നെ മകൻ അല്ലെങ്കിൽ മകള് ഫോളോ ചെയ്യണം. അച്ഛൻ എവിടെ ഏത് ലെവലിലാണ് ഫീൽഡിലാണെന്ന് വെച്ചാൽ ജോലി ചെയ്യണം വെച്ചാൽ അവരുടെ അതേ ഫീൽഡ് മകനോ മകളോ ഫോളോ ചെയ്യണം എന്ന് വിചാരിക്കും. രണ്ടുപേരുടെ മനസ്സിലുണ്ട്. രണ്ടുപേരും ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ്, അവളുടെ ഹസ്ബൻഡ് എന്തോ മക്കളുടെ ജോലിക്കാരും എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് ചോദിച്ചു, അത് നീ ആരാണ് അത് തീരുമാനിക്കാന്ന് ചോദിച്ചു. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളും വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളും വിട്ടുകൊടുക്കുന്നില്ല, പുരുഷനും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട്.
ഇതിന് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഈ ചാലഞ്ച് നിങ്ങളായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾക്ക് പറ്റുമോ? ഇവിടെ യെസ് എന്നാണ് പറയുന്നത്. യെസ് എന്ന് പറഞ്ഞാല് ഈ ഒരു ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ് ഏറ്റവും ബെസ്റ്റ്. കരിയറും ഫാമിലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മളുടെ ബന്ധങ്ങൾ നല്ലതായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുക. അത് അത്യാവശ്യമാണ്. അത് ഈ ക്വീൻ ഓഫ് പെന്റക്കിൾസിന് അറിയാം. ഇത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഇത് ബേസിക്കലി കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറാൻ കഴിവുള്ള, ആരെയും മുഷിപ്പിക്കാതിരിക്കുന്ന ഒരു എനർജിയാണ്. അത് മാക്സിമം ആരെയും മുഷിപ്പിക്കാതിരിക്കാവുന്ന, എന്നാലും സ്വന്തമായിട്ട് അഭിപ്രായമുള്ള, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു എനർജിയാണ് ക്വീൻ ഓഫ് പെന്റക്കിൾസ്. അപ്പോ നിങ്ങളോട് പറയുന്ന, നിങ്ങൾക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പില് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഈ ക്വീൻ വളരെ നല്ല കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പില് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഭഗവാനെ ശിവായ. ഇവിടെ ഇത്രയും കാർഡുകളാണ് വീണത്. നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റപ്പൂരാടത്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വെച്ചാല് പൂരാടം നക്ഷത്രത്തില് ജനിച്ചവര് ഒറ്റയ്ക്ക് എല്ലാം നേടി, എനിക്കറിയില്ല അതെന്താ അങ്ങനെ പറയുന്നത്. എന്നാലും ഞാൻ ചിന്തിക്കുന്നത് ഒറ്റപ്പൂരാടം എന്ന് വെച്ചാൽ അവരുടെ കൂടെ ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരാരോടും അഡ്ജസ്റ്റ് ചെയ്യില്ല എന്നൊരു ചിന്തയാണ് എനിക്ക് വരുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെക്കുറിച്ച്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യമാണ് കാണിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു ഞാനാണ് വലുത്, എനിക്ക് വേണം എല്ലാം, ഇതിനകത്ത് എന്റെ അഭിപ്രായമാണ് ഇമ്പോർട്ടന്റ്, ഇങ്ങനെ നിങ്ങൾക്കൊരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കുക, അവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് അതിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുക. ഒരാളെയും ഇൻസൾട്ട് ചെയ്ത്, പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെയുള്ള ആളെ ഒരിക്കലും നിങ്ങൾ ഇൻസൾട്ട് ചെയ്ത്, കാരണം ഇതൊരു റിലേഷൻഷിപ്പ് ആണ്. അപരിചിതനോ അപരിചിതനോ അല്ല, സ്വന്തം ആളാണ്. അപ്പൊ ഇവരോട് വേണ്ട റെസ്പെക്ട് കാണിക്കണം. പെട്ടെന്ന് നിങ്ങൾ ഇവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. നിങ്ങള് നിഗൂഢമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കുറെ നിഗൂഢമായിട്ട് വെക്കാറുണ്ട്. നിങ്ങളിപ്പോ നാളെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ സീക്രട്ട് ആയിട്ട് വെക്കും. എന്നിട്ട് ഇവർ ചെയ്ത് കഴിയുമ്പോഴേ ഇവർ അറിയുള്ളൂ. അത് പാടില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരേ ഗോളാണ് ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സീക്രട്ട് ആയിട്ട് വെക്കണ്ട. ഇപ്പൊ എന്തെങ്കിലും കാര്യം, നിങ്ങൾ ഒരു സ്ഥലം മേടിക്കാൻ പോവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പൈസ ഉണ്ട്, അതിനുള്ള പ്രാപ്തിയുണ്ട്. പക്ഷേ രണ്ടുപേർക്കും ഇത് ഫ്യൂച്ചറിൽ മക്കൾ അനുഭവിക്കാനുള്ളതോ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചോ അല്ലെങ്കിൽ വ്യക്തിയുടെ പ്ലാൻ അനുസരിച്ചോ കൊണ്ടുവരില്ല. അപ്പൊ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഈ സ്ഥലം ചിലപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും സ്ഥലത്തെ കുറിച്ച് അറിയാമായിരിക്കാം. അപ്പൊ ആ വ്യക്തിയുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ കുഴിയിൽ ചാടാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ചിലപ്പോ ആ വ്യക്തിയുടെ അറിവും നിങ്ങളുടെ അറിവും കൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് കുറെ പ്രതിബന്ധങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ യൂണിവേഴ്സ് പറയുന്ന കാര്യങ്ങൾ നിഗൂഢമായിട്ട് വെക്കാതെ നടന്നു കഴിയുമ്പോഴാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ഉണ്ട്, ആരോടും ഒന്നും പറയില്ല, എന്നിട്ട് പോയി മണ്ടത്തരങ്ങൾ മുഴുവൻ കാണിക്കും. മനസ്സിലായോ? അങ്ങനത്തെ അപ്പൊ അവളുടെ വീട്ടുകാർക്കൊക്കെ ഈ വ്യക്തിയോട് ഒരു പുച്ഛം പോലെയാണ്. അത് കൊള്ളില്ല അത്. മനസ്സിലായോ? അപ്പൊ ചില സമയത്ത് നമ്മൾ ഓവർ സ്മാർട്ട് കളിക്കുന്നതായിരിക്കാം. എനിക്ക് എല്ലാവരെക്കാളും അറിവുണ്ടെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അത് ശരിയാവണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഒരു പടി താഴ്ന്നു കൊടുക്കുക. നമ്മളുടെ ഉദ്ദേശം എന്താണ്? കാര്യങ്ങൾ നന്നായിട്ട് നടക്കുക, പ്രശ്നങ്ങൾ ഒഴിവാക്കിയെടുക്കുക. അപ്പൊ അതിനു വേണ്ടി നിഗൂഢമായിട്ട് കാര്യങ്ങൾ സീക്രട്ട് ആയിട്ട് നടത്തിയെടുക്കാതെ നിങ്ങള് വ്യക്തിയോട് സംസാരിച്ച് ആ വ്യക്തിയുടെയും കൂടെ അഭിപ്രായം ആരായണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒറ്റയ്ക്ക് ഇരുന്നുള്ള കാര്യങ്ങൾ നടത്താതിരിക്കുക എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം, ഞാൻ വിചാരിക്കുന്ന ഇതാണ്, ഞാനാണ് ഇവിടുത്തെ മെയിൻ ആള്, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നത് എല്ലാവരും എടുക്കണം, എനിക്ക് ആരോടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ചിന്തകൾ മാറ്റുക. ഒരു റിലേഷൻഷിപ്പ്, ഒരു ഫാമിലി ആവുമ്പോൾ അവൾ പലരുണ്ട്, മക്കളുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മയും അവരുടെ അച്ഛനമ്മയും ഒക്കെ ഉണ്ടാവും, ആ വ്യക്തിയും ഉണ്ടാവും. അപ്പൊ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത്, കാരണം എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാത്രമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് എഫക്ട് ചെയ്യുന്നത് എല്ലാവരെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കുറെ വ്യത്യാസങ്ങൾ, സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവണം. ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ക്യാൻസർ, പൈസസ് ആണ് ഇവിടെ, വർഗവും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കണ്ടത്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും
ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.